അവസാനം പ്രേമലു എന്ന ചിത്രം ഇപ്പോൾ ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം എന്നീ ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, ബേസിൽ ജോസഫ് എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന മലയാള ചിത്രം ഇന്നാണ്, അതായത് ഏപ്രിൽ 11-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ രോമാഞ്ചം എന്ന ചിത്രത്തിന് ശേഷം ജിത്തു മാധവന്റെ ഡയറക്ഷനിൽ ഒരുങ്ങിയിട്ടുള്ള ആവേശം എന്ന മലയാള ചിത്രവും ഇന്നാണ് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുന്നത്. ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഫഹദ് ഫാസിലാണ്. ഏതായാലും ഈ രണ്ട് ചിത്രങ്ങൾക്കും ഇപ്പോൾ വലിയൊരു പ്രതീക്ഷയാണുള്ളത്. രണ്ട് മികച്ച ചിത്രങ്ങളായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഉടനടി കല്യാണം എന്നൊരു മലയാള ചിത്രം സൈനാപ്ലേ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന ഏപ്രിൽ 12-ാം തീയതി, അതായത് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ഹോളിവുഡിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മികച്ച സയൻസ് ഫിക്ഷൻ മൂവിയാണ് ഡൂൺ എന്ന ചിത്രം. അപ്പോൾ ഡൂൺ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞ മാർച്ച് മാസം വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിനും മികച്ച റിപ്പോർട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡൂൺ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടിന്റെ HD പ്രിന്റൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 16-ാം തീയതി മുതൽ ബുക്ക് മൈ ഷോ, ആമസോൺ പ്രൈം എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ തമിഴ് ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അനിമേഷൻ മൂവിയാണ് കുൻഫു പാണ്ട എന്ന ചിത്രം. അപ്പോൾ കുൻഫു പാണ്ട എന്ന ചിത്രത്തിന്റെ 4-ാമത്തെ പാർട്ട്, അതായത് കുൻഫു പാണ്ട 4 എന്ന ചിത്രം ഈ അടുത്തായിരുന്നു തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചിത്രം ഇന്ത്യക്ക് പുറത്ത് ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ വർഷം വീണ്ടും മലയാളത്തിൽ നിന്നും ഒരു 100 കോടി രൂപ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള ചിത്രമാണ് ആടുജീവിതം എന്ന മലയാള ചിത്രം. ഈ ചിത്രത്തിൽ പൃഥ്വിരാജൊക്കെ മികച്ച അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഈ ഒരു ചിത്രം റിലീസിനെത്തി 2 ആഴ്ച പൂർത്തിയാവുകയാണ്. ഇതിനോടകം തന്നെ ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 120 കോടി രൂപയ്ക്ക് അടുത്ത് പോലും കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം മഞ്ഞുമൽ ബോയ്സ്, പ്രേമല്ലു എന്നീ ചിത്രങ്ങളുടെ പ്രീമിയറിന് ശേഷമായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വരുന്ന മെയ് മാസമായിരിക്കും ആടുജീവിതം എന്ന ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. ഈ വർഷം തെലുങ്കിൽ നിന്നും റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു അഡ്വഞ്ചർ മൂവിയാണ് ഗാമി എന്ന ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രം C5 എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന ഏപ്രിൽ 12-ാം തീയതി, അതായത് ഇന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. ജയൻ രവി, കീർത്തി സുരേഷ് എന്നിവരെയൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള പുതിയൊരു തമിഴ് ചിത്രമാണ് സൈറൻ എന്ന ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 19-ാം തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഭീമ എന്നൊരു ഹിന്ദി ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 25-ാം തീയതി മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. അടുത്തത് മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമാണ്. ഇത് മലയാളത്തിന് പുറമെ തമിഴിലും ഇപ്പോൾ തെലുങ്കിലൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 230 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെയൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന മെയ് മാസം 3-ാം തീയതി മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ കുറച്ച് തമിഴ് മീഡിയകളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന പ്രേമല്ലു എന്ന മലയാള ചിത്രമാണ്. ഈ ചിത്രത്തിൽ നെസ്ലിൻ, മമിത എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെയൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 12-ാം തീയതി, അതായത് ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വമ്പൻ ഓൺലൈൻ റിലീസ് അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.